വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ VS അച്യുതാനന്ദൻ. ജനനം 1923 ഒക്ടോബർ 20. മരണം 2025 ജൂലൈ 21. കേരളത്തിൻ്റെ 11ാമത് മുഖ്യമന്ത്രി. ഇദ്ദേഹത്തിൻ്റെ കാലയളവ് 2006 തൊട്ട് 2011 വരെയായിരുന്നു. കേരളത്തിൽ കാലാവധി പൂർത്തിയാക്കിയ 4ാമത്തെ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. ഇദ്ദേഹത്തിന് മുമ്പ് 3 പേർ കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ട്. അവരാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കേരള മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത ഇദ്ദേഹം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ്റെ 4ാമത് ചെയർമാനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ വരുന്നത് സമരത്തിന് ഇടവേളകളില്ല, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ, ഇടപെടലുകൾക്ക് അവസാനമില്ല, പരിസ്ഥിതിയും വികസനവും, കേരള വികസന സങ്കല്പങ്ങൾ. ഇത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ. ഒന്നുകൂടി പറയാം: സമരത്തിന് ഇടവേളകളില്ല, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ, ഇടപെടലുകൾക്ക് അവസാനമില്ല, പരിസ്ഥിതിയും വികസനവും, കേരള വികസന സങ്കല്പങ്ങൾ. ഇത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ. ഒന്ന് ഓർത്തിരുന്നോളൂ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ സമരം തന്നെ ജീവിതം. പലപ്പോഴും കണ്ടുവരുന്ന ഒരു ചോദ്യം തന്നെയാണിത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ സമരം തന്നെ ജീവിതം. VS അച്യുതാനന്ദൻ്റെ ജീവിതം ആസ്പദമാക്കി KV സുധാകരൻ എഴുതിയ പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട്. VS അച്യുതാനന്ദൻ്റെ ജീവിതം ആസ്പദമാക്കി KV സുധാകരൻ എഴുതിയ പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ സമരം തന്നെ ജീവിതം, ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ സമരത്തിനിടവേളകളില്ല, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ, ഇടപെടലുകൾക്ക് അവസാനമില്ല, പരിസ്ഥിതിയും വികസനവും, കേരള വികസന സങ്കല്പങ്ങൾ. VS അച്യുതാനന്ദനാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തി. അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ്റെ ഭരണകാലയളവ് എന്ന് പറയുന്നത് 2006 മുതൽ 2011 വരെയായിരുന്നു. കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ്റെ 4ാമത് ചെയർമാനാണ്. ജനനം 1923 ഒക്ടോബർ 20. മരണം 2025 ജൂലൈ 21. അപ്പോൾ നിങ്ങളിത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. കാലാവധി പൂർത്തിയാക്കിയ 4ാമത്തെ കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന 3 പേർ ആരൊക്കെയാണ് കാലാവധി പൂർത്തിയാക്കിയതെന്നൊന്നും മറക്കാതെ കമൻറ്റ് ചെയ്യുക.